ചെപ്പോക്കിലെ ഋതുരാജിന്റെ വെടിക്കെട്ടിന് മറുപടിയായി ആഞ്ഞടിച്ച സ്റ്റോയിനിസ് കൊടുങ്കാറ്റ്. സ്വന്തം തട്ടകത്തിൽ തോൽവി ഏറ്റുവാങ്ങി ചെന്നൈ വിജയവഴിയിലെത്തി ലക്നൗ. ഇന്ന് പന്തിന്റെ ഡൽഹി ഗില്ലിന്റെ ഗുജറാത്തിനെ നേരിടുകയാണ്. IPL ആവേശത്തിലേക്ക് സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സിനെ അവരുടെ തട്ടകത്തിൽ തകർത്ത ലക്നൗ സൂപ്പർ ജയൻസ്. മാർക്കസ് സ്റ്റോയിനിസിന്റെ തകർപ്പൻ സെഞ്ചുറി പ്രകടനമാണ് ലക്നൌവിനെ വിജയത്തിലെത്തിച്ചത്. 63 പന്തിൽ 6 സിക്സും 13 ഫോറും അടക്കം 124 റൺസാണ് സ്റ്റോയിനിസ് നേടിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ ഗെയ്ക്വാദിന്റെ സെഞ്ചുറിയുടെയും ശിവം ദുബെയുടെ അർദ്ധ സെഞ്ചുറിയുടെയും ബലത്തിലാണ് ലക്നൌവിന് മുന്നിൽ 211 റൺസ് വിജയലക്ഷ്യം ഉയർത്തിയത്. എന്തായാലും ഇന്നലത്തെ മത്സരം അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരമായിരുന്നു. ഈ ഒരു മത്സരത്തിൻ്റെ വിലയിരുത്തലൊക്കെ ആയിട്ട് നമ്മോടൊപ്പം ക്രിക്കറ്റ് നിരീക്ഷകനും BCCIയുടെ മാച്ച് റഫറിയുമായിട്ടുള്ള P. രംഗനാഥൻ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്നലെ ചെപ്പോക്കിൽ കണ്ടത് ഒരു വെടിക്കെട്ട് തന്നെയാണ്. ഇരു ടീമുകളും ഇന്നലെ വലിയ സ്കോറിലേക്ക് 211 വലിയ സ്കോർ ചെന്നൈ ഉയർത്തി. അത് ലക്നൗ ഒരു ഘട്ടത്തിൽ അനായാസം ചേസ് ചെയ്ത് ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്നലത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? വീണ്ടും IPL ഏറ്റവും വലിയൊരു ത്രില്ലർ. അവസാന ഓവറിൽ 3 പന്ത് അവശേഷിക്കെ ലക്നൗ നേടിയ വിജയം. 200-ലധികം റൺസ് നേടിയ ചെന്നൈയെ ആ സ്കോർ മറികടക്കണമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, പ്രത്യേകിച്ച് ചെന്നൈ ചെപ്പോക്കിൽ കളിക്കുമ്പോൾ. ആ ഒരു ബോളിങ്ങിന്റെ കുറവായിട്ട് തന്നെ പറയണം. മാത്രമല്ല സ്റ്റോണിസിന്റെ ഒരു സ്റ്റണ്ണർ, ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു റൺ ചേസ്, അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിംഗ് മികവ്, സെഞ്ചുറി നേടി അദ്ദേഹം ടീമിനെ വിജയിപ്പിക്കുന്നു. ഋതുരാജ് ഗെയ്ക്വാഡിന്റെ സെഞ്ചുറിയിലൂടെ ചെന്നൈ നല്ലൊരു സ്കോർ പടുത്തുയർത്തിയെങ്കിലും മറുപടി തുടക്കം ഡികോക്കും KL രാഹുലും അവരുടെ 2 വിക്കറ്റ് നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്നതാണ് നല്ലൊരു തുടക്കം ലഭിക്കുമെന്ന്. എങ്കിലും വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും നിക്കോളാസ് പൂരനുമായിട്ട് ചേർന്ന സ്റ്റോണിസിന്റെ ഒരു മികച്ച ബാറ്റിംഗ് കൂട്ടുകെട്ട്, അതിനുശേഷം ദീപക് ഹൂഡ. അപ്പൊ ആ റൺ ചേസ് ഒരു ഘട്ടത്തിലും അവര് ആ റൺ റേറ്റ് കീപ്പ് ചെയ്ത് അവർ ആ റൺ ചേസ് നടത്തി എന്നുള്ളതാണ്. ഇവിടെ ലക്നൌയുടെ ഈ ഒരു വിജയം തീർച്ചയായിട്ടും അവര് വീണ്ടും പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ആ മാച്ചിന്റെ ഒരു പ്രത്യേകത. 200-ലധികം റൺസ് ചെപ്പോക്കിൽ ചേസ് ചെയ്ത് ജയിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് സ്വന്തം തട്ടകത്തിൽ ചെന്നൈ ബോളർമാർക്ക് കിട്ടുന്ന ആ ഒരു ഹെൽപ്പ്. എന്തായാലും ഇന്നലെ അതെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഇന്നലെ ആ ഒരു ഇന്നിങ്സിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. 120-ലധികം റൺസ് നേടി ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കുന്നത് വരെ അദ്ദേഹം ആ ഇന്നിങ്സ് തുടർന്നു എന്നുള്ളതാണ്. സ്റ്റോണീസും കൂടാതെ അദ്ദേഹത്തിന്റെ ആ പാർട്ണർഷിപ്പ്, പ്രത്യേകിച്ച് നിക്കോളാസ് പൂരൻ വന്നപ്പോഴാണ് മത്സരത്തിന്റെ ഒരു ഗതി മാറുന്നത്. കൂടാതെ ദീപക് ഹൂഡ എന്നുള്ള ആ ബാറ്ററും വന്നപ്പോഴത്തേക്കും തീർത്തും അനായാസ വിജയം നേടുന്ന ഒരു പ്രവണത. എന്തായാലും ലക്നൌക്ക് ഈ വിജയം കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ഇനിയുള്ളത് വളരെ വളരെ നിർണായകമായിട്ടുള്ള പല മത്സരങ്ങളിലും ഇനിയുണ്ട്. അതിന് കൂടുതൽ അവർക്ക് ആത്മവിശ്വാസം നൽകും. ലക്നൌയും പ്ലേ ഓഫ് സാധ്യതയ്ക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ആ മത്സരത്തിന്റെ ഒരു പ്രത്യേകത. തീർച്ചയായും ഇന്നലത്തെ മത്സരം അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന മത്സരം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ 210 റൺസ് ചേസ് ചെയ്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ ചെപ്പോക്കിൽ ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അതെന്തായാലും ലക്നൗ നേടിയിരിക്കുകയാണ്. ഒരു വിജയം ലക്നൗ ചെന്നൈയിൽ നേടിയെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിൻ്റെ വിശേഷത്തിലേക്കാണ് പോകേണ്ടത്. IPL ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടമാണുള്ളത്. ഗില്ലിൻ്റെയും സായ് സുദർശൻ്റെയും ഫോം തന്നെയാണ് ഗുജറാത്തിൻ്റെ കരുത്ത്. പന്തും സ്റ്റബ്സും ഓസീസ് യുവതാരം ജേക്ക് മഗ്ഗൂർക്കും ഫോമിലുള്ളതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഡൽഹി ഇന്ന് ഇറങ്ങുന്നത്. വൈകുന്നേരം 7:30 ഡൽഹിയിലാണ് മത്സരം നടക്കുന്നത്. ശ്രീ രംഗനാഥൻ, ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നും ആരാധകരൊക്കെ വളരെ ആവേശത്തിലാണ്. കാരണം ഇന്ത്യയുടെ 2 യുവ നായകന്മാർ, ഭാവി ഇന്ത്യൻ നായകന്മാരാകാൻ സാധ്യതയുള്ള 2 യുവ നായകന്മാരാണ് ഇന്ന് നേർക്ക് നേർ വരുന്നത്. ശുഭ്മൻ ഗില്ലും ഋഷഭ് പന്തും. ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരിക്കും ഇന്ന്. നമ്മൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്ന് അരങ്ങേറാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒരു റൺ ഒഴുകുന്ന ഒരു മത്സരമായിട്ട് മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.
മാത്രമല്ല ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമായിരിക്കുന്നു. ഡൽഹി അവർ ഇനിയും പ്ലേ ഓഫ് സാധ്യത നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ അവർ വിജയിക്കേണ്ടിയിരിക്കുന്നു. ഗുജറാത്തും സമാനമായ ഒരു സിറ്റുവേഷനിലാണ്. എന്തായാലും ശുഭ്മാൻ ഗില്ലും കൂടാതെ അവരുടെ ടീമിനും അവരുടെ പെർഫോമൻസ് മികവ് കൂടുതൽ മികച്ച രീതിയിൽ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. ഡൽഹി ആവട്ടെ ഏറ്റവും നല്ലൊരു ടീമാണ്, പക്ഷെ അവർക്ക് ടീമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. ഋഷഭ് പന്തും അല്ലെങ്കിൽ ഡേവ് വാർണറും പൃഥ്വി ഷയും അടങ്ങുന്ന ആ ഒരു ബാറ്റിംഗ് നിര മറ്റുള്ള ടീമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ചതാണ്. പക്ഷേ പെർഫോമൻസിൽ അവർ ഒരിക്കലും അവരുടെ ആ പെർഫോമൻസ് മികവ് പുറത്തെടുക്കാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും ഇന്നത്തെ മത്സരം തീർത്തും ഇതെല്ലാം പരിഹരിച്ച് ഡൽഹിയും ഗുജറാത്തും അവരുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് പുറത്തെടുത്ത് നല്ലൊരു മത്സരം തന്നെ ഇന്ന് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രംഗനാഥൻ, ഒരു കാര്യം, അതായത് ഈ രണ്ട് യുവ നായകന്മാരാണ്. ഇരുവരുടെയും പെർഫോമൻസിനെ അല്ലെങ്കിൽ നായകന്മാരായുള്ള പെർഫോമൻസ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് പല തീരുമാനങ്ങളിലൂടെ. ആ നായകന്മാരുടെ അന്നത്തെ പെർഫോമൻസ് താങ്കൾ എങ്ങനെയാണ് നോക്കുക? കാരണം ഗില്ല് ചില മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില ക്യാപ്റ്റൻസി മൂലമുള്ള ചില പ്രകടനങ്ങൾ, അതായത് അദ്ദേഹത്തെ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവുകയും മറ്റു ചില മത്സരങ്ങളിൽ തെറ്റാവുന്ന ഒരു സാധ്യതയുണ്ട്. അതുപോലെ പന്തിൻ്റെ കാര്യത്തിലും ചില മത്സരങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം ശരിയാവുമ്പോൾ ആരാധകരും അല്ലെങ്കിൽ ക്രിക്കറ്റ് അനലൈസ് ചെയ്യുന്ന ആളുകളൊക്കെ പുകഴ്ത്തുകയും നേരെ മറിച്ച് തീരുമാനം തെറ്റുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഇരു നായകന്മാരുടെ പ്രകടനത്തെ ഇന്ന് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്, ഇന്നത്തെ ഒരു പ്രകടനത്തെ? ഇവിടെ തീർത്തും നമ്മൾ നായകന്മാരെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം മികച്ച ടീമുകളുള്ള ഒരു ടീമാണ്. ഇരു ടീമുകളെ നോക്കുകയാണെങ്കിലും ഓരോ താരങ്ങളെ എടുക്കുകയാണെങ്കിലും അവർക്ക് എക്സ്പീരിയൻസിന്റെ കാര്യത്തിലോ അവരുടെ പെർഫോമൻസിന്റെ കാര്യത്തിലോ ഒരിക്കലും ഒരു കുറവില്ല. പക്ഷെ അത് അവർക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല. അതിന് ഉദാഹരണം ഇന്നലത്തെ മത്സരം തന്നെ എടുക്കുകയാണെങ്കിൽ സ്റ്റോണീസ് എന്നുള്ള താരം ഇതുവരെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മികവ് പുറത്തു വന്നിരുന്നില്ല. പക്ഷെ നിർണായക ഘട്ടത്തിൽ KL രാഹുലിന്റെ ക്യാപ്റ്റന്റെ തീരുമാനം ഇന്നലെ ശരിവെക്കുന്ന രീതിയിൽ ആദ്യം ടോസ് ചെയ്ത് ചെന്നൈയെ ബാറ്റിങ്ങിന് വിടുന്നു, തിരിച്ച് ചേസ് ചെയ്ത അവിടെയാണ് ഒരു താരത്തിന്റെ ക്യാപ്റ്റൻസി മികവിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഋഷഭ് പന്ത്. ടീം മികച്ചതാണ്, പെർഫോമൻസ് ടീമിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പൊ ക്യാപ്റ്റന് നമ്മൾ പഴിചാരിയുകൊണ്ട് T20 ക്രിക്കറ്റിൽ ഒരു കാര്യവുമില്ല. കൂടാതെ ഗുജറാത്ത് ആയാലും ഗില്ലിന്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്, പക്ഷെ ടീമിൽ നിന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുന്നില്ല. അതുകൊണ്ട് T20 ക്രിക്കറ്റിൽ ഓരോ താരത്തിനാണ്, അവരാണ് ക്യാപ്റ്റൻ, അവരുടെ പെർഫോമൻസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരു ടീമിന് വിജയിക്കാൻ സാധിക്കും. ഒറ്റയാൾ പോരാട്ടമായിരുന്നു നമ്മൾ പല മത്സരങ്ങളിലും പല താരത്തിൽ നിന്ന് കണ്ടത്. അതുകൊണ്ട് ഒരു താരത്തിന്, ഒരു ബൗളറായാലും ഒരു ബാറ്ററായാലും അവര് ക്യാപ്റ്റനും വലുതാണ്. അവിടെയാണ് ഒരു ക്യാപ്റ്റൻസിയുടെ കാര്യം നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാതെ വരുന്നത്. താരങ്ങൾ അവരുടെ റോള് ഭംഗിയായിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് പെർഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ടീമിന് വിജയത്തിലോട്ട് എത്തിക്കാൻ സാധിക്കും. തീർച്ചയായും ഇന്നും അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ഒരു പോരാട്ടത്തിലാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. എന്തായാലും IPL ആവേശത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഡൽഹി ഗുജറാത്ത് മത്സരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ 8:15 വീണ്ടും കാണാം. നമസ്തേ.